ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കാലഹരണപ്പെട്ട പഠന സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതണമെന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ബിവറേജസ് ഔട്ട്ലെറ്റ് വിഷയത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്ഥലമുടമയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം. തെന്മല മണ്ഡലം പ്രസിഡന്റ് R. സുഗതനാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കം. ബാംഗ്ലൂർ കൈലാസ ആശ്രമം മഠാധിപതി ജഗദ്ഗുരു ശ്രീ ശ്രീ ജയേന്ദ്രപുരി സ്വാമികൾ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കാലഹരണപ്പെട്ട പഠന സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതണമെന്ന നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനർനിർമ്മിക്കേണ്ടതുണ്ടെന്നും കാലഹരണപ്പെട്ടതും പരമ്പരാഗതവുമായ പല വിദ്യാഭ്യാസ രീതികളും പൊളിച്ചെഴുതേണ്ട കാലമാണെന്നും P. രാമകൃഷ്ണൻ നവതി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പാഠപുസ്തകങ്ങൾ തുടങ്ങിയതൊക്കെ മെല്ലെ മെല്ലെ ഔട്ട്ഡേറ്റഡാണ്. ഞാൻ പറയാൻ ഇൻഫർമേഷൻസിന്റെ ഒരു ഡംബിയായിട്ട് ലോകം ഇന്ന് മാറിയിട്ടുണ്ട്. അനുനിമിഷം വിവരങ്ങളുടെ ഒരു കുന്നുകൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ച് അറിയാനും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി ഒന്ന് സെർച്ച് ചെയ്താൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ സെർച്ച് ചെയ്യാനുള്ള ഒരു കഴിവും അത് അന്വേഷിക്കാനുള്ള ശേഷിയുള്ളവർക്കെല്ലാം പാഠപുസ്തകങ്ങളുടെയും അധ്യാപകരുടെയും സഹായമില്ലാതെ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ 5ാം ക്ലാസ് കുട്ടികളുടെ മൊബൈൽ ഫോൺ കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം നമ്മൾ ചെയ്യുന്നു. എന്റെ മകൻ 6ാം ക്ലാസ് പഠിക്കുന്നവരാണ്. എനിക്ക് എല്ലാ സംശയവും തരും. എങ്ങനെയാണ് പഠിച്ചത് എനിക്ക് ഫോണ് ലോക്കായാലും പ്രശ്നങ്ങൾ, ഫോണുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടുകൂടി.
ഇന്ന് നിലനിൽക്കുന്നത് ഓർമ്മശക്തി പരിശോധിക്കുന്നതും പരീക്ഷ കേന്ദ്രീകൃതവുമായ പഠനരീതികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫേക്ക് എഡ്യൂക്കേഷന്റെ ഹബ്ബായി സംസ്ഥാനം മാറുകയാണോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതല്ല, ആ സ്ഥാപനങ്ങളിൽ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുണ്ട്. ഒരു ഫേക്ക് എഡ്യൂക്കേഷന്റെ ഹബ്ബായിട്ട് കേരളം തെളിയിക്കുന്നു. നന്നായി പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയെ കുറിച്ചൊന്ന് ആലോചിക്കണം എന്ന് പറയാൻ ഗതികേട് നടക്കുന്നു. നാഗാലാൻഡിൽ നിന്ന് LLB എടുത്താൽ ആ LLBയെ കുറിച്ചൊരു അവിശ്വാസം. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ CEO ജോസഫ് റമ്പാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽ ദാനം KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലിത്ത നവതി സ്മരണിക പ്രകാശനം ചെയ്തു. ഡയറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ ആമുഖ പ്രഭാഷണം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ്, PTA പ്രസിഡന്റ് G തുളസീധരൻ നായർ, DCC പ്രസിഡന്റ് ബാബു ജോർജ്, മാധ്യമപ്രവർത്തകനായ പോൾ മണലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൌബീല ഷാജഹാൻ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, BJP നേതാവ് വെല്ലൂർ സന്തോഷ്, KLDC മുൻ ചെയർമാൻ ബെന്നി കക്കാട്, മുസ്ലിം ലീഗ് നേതാവ് PS ഷാജഹാൻ, റവറന്റ് ഫാദർ KT വർഗീസ്, മാതൃസമിതി പ്രസിഡന്റ് റഹ്മത്ത് ദിലീപ്, PP ജോൺസൺ, അലക്സ് ദാനിയേൽ, മാസ്റ്റർ മനു S അഹമ്മദ്, സ്റ്റാഫ് സെക്രട്ടറി ബിനു ദാനിയേൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും പുരസ്കാരദാനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ധർണ ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയുടെ നാടുകളിലേക്ക് കേരളത്തിലെ സാധാരണക്കാരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എങ്ങും കാണാൻ കഴിയാവുന്നത്. ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ പാവങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ രാവുകളെ പകലുകളാക്കി കേരളം മുഴുവൻ ഓടി നടന്ന, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി സാർ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് നന്മകൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് ശ്രീ ശശിധരൻ സൂചിപ്പിച്ച പെൻഷനുകളെല്ലാം പ്രതിമാസം ഉയർത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രതിമാസം 300 രൂപ മാത്രം കിട്ടിയിരുന്ന പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് 1000-ഉം 1500-ഉം അടക്കം രൂപ കൊടുക്കുന്ന 700-ൽ കുറഞ്ഞ ഒരു പെൻഷനും ഒരാൾക്കും കിട്ടാത്ത രീതിയിൽ പരമാവധി തുകകൾ വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷനുകൾ വെട്ടിച്ചുരുക്കി, BPL ലിസ്റ്റിൽ അർഹതയില്ലാത്തവർക്ക് മുൻഗണന നൽകി, റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11-ന് തെന്മല ജംഗ്ഷനിൽ നിന്നും കോൺഗ്രസ് തെന്മല മണ്ഡലം പ്രസിഡന്റ് R സുഗതന്റെ നേതൃത്വത്തിലെത്തിയ പ്രകടനം തെന്മല പഞ്ചായത്ത് പടിക്കൽ പോലീസ് തടഞ്ഞു. BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയ അർഹരായ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി BPL ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. 2011 മുതൽ തെന്മല പഞ്ചായത്തിലെ ഉത്സവമായി ആഘോഷിച്ച കാരണം വിശദീകരിക്കുക. 2016 തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചിത കോൺഗ്രസിന്റെ തെന്മല മണ്ഡലം പ്രസിഡന്റ് ശ്രീ R ജഗൻ നയിക്കുന്ന മാർച്ചിത തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കാര്യം. തുടർന്ന് നടത്തിയ ധർണ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികളെല്ലാം വെട്ടിച്ചുരുക്കി ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് LDF ഭരണകൂടം ചെയ്യുന്നതെന്ന് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. എന്നാൽ തെന്മല പഞ്ചായത്തിന്റെ പ്രധാന പ്രശ്നം ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയാത്തതാണെന്ന് സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച DCC ജനറൽ സെക്രട്ടറി K ശശിധരൻ പറഞ്ഞു. പ്രസിഡന്റുമാര് കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ പറ്റത്തില്ല. പക്ഷെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം വളരെ സരസമായി പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ ആദ്യം വരുന്ന ആരാണോ ഇടപെട്ടത് അവരാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഈ തർക്കം തീർക്കണ്ടേ? പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചകൾ നടക്കുന്നില്ല, പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല, ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ആകപ്പാടെ ചർച്ച ചെയ്യുന്നത് എന്തുവാ? കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശശിധരന്റെ ഭരണ സംവിധാനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R സുഗതൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം പുനലൂർ മധു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജികുമാരി സുഗതൻ, ലൈസി അലക്സ്, ആരിഫ അഷ്റഫ്, ബിൻസി റജി, കോൺഗ്രസ് നേതാവ് AT ഷാജൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.
പുനലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പേപ്പർ മില്ലിന് സമീപത്തെ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയണയിൽ മനുഷ്യമതിൽ തീർത്തു. പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും ലക്ഷങ്ങൾ ദൂർത്തടിക്കുന്നതിനു പകരം സ്ഥിരമായി തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യം ഉന്നയിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പേപ്പർ മില്ലിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് മിൽ മാനേജ്മെന്റ് നിർമ്മിച്ചതായിരുന്നു തടയണ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇടിഞ്ഞുപോയ തടയണ പുനർനിർമ്മിച്ചാൽ പമ്പിംഗ് യഥാവിധി നടക്കുകയും പുനലൂർ നഗരസഭാ പ്രദേശത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കിണറുകളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ UDF പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ G ജയപ്രകാശ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്തുകൊണ്ട് പുനലൂരിൽ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, പുനലൂരിലെ കുടിവെള്ള സംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഇൻടേക്ക് വെല്ലിൽ ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ ഇൻടേക്ക് വെല്ലിൽ വെള്ളം ആവശ്യത്തിന് എത്തിച്ചേരാത്തത് ഇവിടെ ജലനിരപ്പ് ക്രമാതീതമായി ഓരോ ദിവസം കഴിയുന്നതോറും താഴ്ന്നു വരികയാണ്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത് പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇവിടെ ജലത്തിന്റെ തോത് വർദ്ധിക്കുകയും പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിച്ചേരുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കാലാകാലങ്ങളായി വരൾച്ച രൂക്ഷമാകുന്ന സമയങ്ങളിൽ കളക്ടർ ഇടപെട്ടുകൊണ്ട് മണൽ ചാക്ക് അടുക്കുന്നതിന് വേണ്ടി 7-8 ലക്ഷം രൂപ വകയിരുത്തുകയും അതിനെ തുടർന്ന് ഇവിടെ മണൽ ചാക്ക് അടുക്കി ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. പ്രിയമുള്ളവരെ, ഒന്നാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ദീർഘകാലമായി പുനലൂരിലെ MLA-മാരായിട്ടുള്ള ആളുകൾക്കറിയില്ലേ, ഇവിടെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ദുർവ്യയം ചെയ്തുകൊണ്ട് തടയണയുടെ ഉയരം മണൽ ചാക്കോ മൺചാക്കോ അടുക്കി വർദ്ധിപ്പിക്കുന്നതിന് പകരമായി ഇവിടെ കുറെ കല്ലടുക്കി ഇത് കെട്ടി ഉയർത്തിയാൽ എല്ലാ കാലഘട്ടങ്ങളിലേക്കും ഈ പണത്തിന്റെ ദുർവ്യയം ഒഴിവാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയും. യോഗത്തിൽ ഫർണിക്കാവ് രാജീവ്, ഷാനവാസ്, ഷെബിൻ M ബദർദീൻ, അനൂപ് S രാജ്, V സുരേഷ്, ഫൈസൽ കുളത്തൂപ്പുഴ, ജോജോ, രജനീഷ്, ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത്, ടിജു, അഫ്സൽ, മജീദ്, അഖിൽ, കൃഷ്ണരാജ്, ജോയൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നഗരസഭാ ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി മാർച്ച് നടത്തി. നഗരസഭയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. UDF കൌൺസിലർമാർ പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കാലിക്കുടങ്ങളുമായി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നിരന്തരമായി സമരങ്ങളുമായിട്ട് മുൻപോട്ട് പോകും. കാര്യം ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് ഈ കാര്യത്തിൽ. ഇവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി സ്ഥലം മന്ത്രി, സ്ഥലം MLA ഇവിടെ എത്തണം. അദ്ദേഹം ഇവിടുത്തെ ചർച്ചയ്ക്ക് തയ്യാറാവണം. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അദ്ദേഹം പറയണം. ഇതൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇത്രയും രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാൻ ഒരു കമ്മിറ്റി വിളിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരു യോഗം വിളിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായ സമര പരിപാടികളുമായിട്ട് UDF മുൻപോട്ട് പോകുമെന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ആഗ്രഹിക്കുന്നത്. കൌൺസിൽ യോഗത്തിൽ കുടം കമഴ്ത്തിവെച്ച് പ്രതിഷേധവും അറിയിച്ചു. പേപ്പർ മില്ലിന് സമീപത്തെ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം നഗരസഭാ പ്രദേശത്തിന് അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആയിരുന്നു UDFന്റെ ആവശ്യം. ഒരു വർഷത്തിലധികമായി ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളം എത്തിക്കാനായി പണം വകയിരുത്തിയിട്ടും വെള്ളം ഇപ്പോഴും ലഭിക്കുന്നില്ല. പുനലൂരിലെ ജലക്ഷാമത്തിന് 2 പതിറ്റാണ്ടുകളായി ഇവിടെ MLA-മാരായിരുന്നവർ മറുപടി പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കണമെന്നും UDF കൌൺസിലർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു. പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകര പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകാല പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥ പിള്ളയും സ്ഥലമുടമയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് തെന്മല മണ്ഡലം പ്രസിഡന്റ് R. സുഗതനാണ് ആരോപണം ഉന്നയിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ ഇടമൺ ഉപ്പുകുഴിത്തറയിൽ ജനങ്ങൾ നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്ത വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും സ്ഥലമുടമയോടൊപ്പം കാറിൽ കയറിപ്പോകുന്ന ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു വശത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുകയും മറുവശത്തെ സ്ഥലമുടമയെ സഹായിക്കുകയും ചെയ്ത ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും R. സുഗതൻ ആവശ്യപ്പെട്ടു. ആദ്യം അണ്ടൂർ പച്ചയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഒരു കെട്ടിട ഉടമയുമായി ധാരണയുണ്ടാക്കുകയും അവിടെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ അത് മാറ്റി 10-ാം വാർഡിൽ ഉപ്പുഴിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് അഡ്വക്കേറ്റ് ജോർജ് കോശി പാർവലി എന്ന് പറയുന്ന ആളിന്റെ എസ്റ്റേറ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് ശ്രമം ആരംഭിച്ചു. അപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങള് സമരസമിതി ഉണ്ടാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി അവിടുത്തെ ചില പ്രാദേശിക കക്ഷി നേതാക്കന്മാര് മുന്നിൽ നിൽക്കുകയും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സമര ഉദ്ഘാടനം ചെയ്യുന്ന ആള് തന്നെ ഈ വസ്തു ഉടമയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ പിന്നിലൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. അത് നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപിനാഥ പിള്ള ഈ കെട്ടിട ഉടമയായ അഡ്വക്കേറ്റ് ജോർജ് കോശി പാലോലിയോടൊപ്പം പോയി പഞ്ചായത്തിൽ നിന്നും അല്ലാതെയും അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ. ഒപ്പം പഞ്ചായത്തിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ കോക്കസ് പ്രവർത്തിക്കുന്നതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചു. വൈസ് പ്രസിഡന്റ് രാജിവെക്കാത്ത പക്ഷം കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ താനില്ലെന്നും മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നതെന്നും ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫോണിലൂടെ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി. ഫെബ്രുവരി 10-ന് ഉത്സവാഘോഷം സമാപിക്കും.
ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ കാൽനാട്ട് കർമ്മത്തോടെയാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. പൂവൻവിളാകത്തു മഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ക്ഷേത്രം മേൽശാന്തി GS കണ്ണൻ പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കാൽനാട്ട് കർമ്മം നടന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മേളവാദ്യങ്ങളുടെ അകമ്പടിയിൽ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാണ് കാൽനാട്ട് കർമ്മം സംഘടിപ്പിച്ചത്. ക്ഷേത്രം ഭാരവാഹികളായ ത്യാഗരാജൻ, ഗോപകുമാർ, VS ബൈജു, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജൈവിമോൻ, ഭാഗ്യരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാൽനാട്ട് കർമ്മത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 1 ക്ഷേത്രാങ്കണത്തിൽ അന്നദാനവും നടത്തി. ഫെബ്രുവരി 10 ഉത്സവാഘോഷങ്ങൾ അവസാനിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മലയിൽ കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ്. തെന്മല ഗ്രാമപഞ്ചായത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻസർ ബാധിതനായ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായം നൽകി മാതൃകയായത്. വെള്ളിയാഴ്ച രാവിലെ 10 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത സ്പെഷ്യൽ അസംബ്ലിയിലാണ് ഗ്രൂപ്പ് അംഗങ്ങൾ സ്വരൂപിച്ച 25,000 രൂപ ക്യാൻസർ ബാധിച്ച കുട്ടിയുടെ പിതാവ് കുമാറിന് കൈമാറിയത്. വിനോദത്തിനായി തുടങ്ങിയ ഗ്രൂപ്പ് ഇപ്പോൾ ഇത്തരത്തിൽ കാരുണ്യ സ്പർശമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥി ചികിത്സയ്ക്ക് ശേഷം വീണ്ടും സ്കൂളിലെത്താൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും തുക കൈമാറിക്കൊണ്ട് ഗ്രൂപ്പ് ചാരിറ്റി കോർഡിനേറ്റർ A. സലീം പറഞ്ഞു. നിങ്ങളിൽ അംഗമായ ഈ സ്കൂളിൽ അംഗത്തിലെ അഖിൽ കുമാർ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് ക്യാൻസർ വളരെയധികം വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ ആഹാര രീതികളും മറ്റ് ജീവിത ശൈലികളും കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് വളർന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സുഹൃത്തായ നിങ്ങളുടെ ഓടിപ്പിടിച്ച് നടക്കേണ്ട, നിങ്ങളോടൊപ്പം നിൽക്കേണ്ട ആ കുട്ടി അത്തരത്തിലൊരു അസുഖത്തിന് അടിമയായിക്കൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവുമായി നാം സംസാരിച്ചപ്പോൾ ഡയാലിസിസും മറ്റും വിധേയമായി ഏകദേശം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൈത്താങ്ങും ഉണ്ടെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരികെ ഏകദേശം ഒരു 2 വർഷത്തോളമുള്ള തുടർ ചികിത്സയാണ് ഇതിനകത്ത് വേണ്ടത്. ഗ്രൂപ്പ് അഡ്വൈസർ ആലിക്കുട്ടി, സ്കൂൾ അധ്യാപകൻ A. റഹീം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ജനശ്രീ സുസ്ഥിര മിഷൻ പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ 10ാമത് ജന്മദിനാഘോഷവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി K. ശശിധരൻ കേക്ക് മുറിച്ചാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉറുകുന്ന് ഗ്രീൻ വാലി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ K. ശശിധരൻ കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാധവൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി വികസന സംരംഭങ്ങളും ജനശ്രീയും എന്ന തലക്കെട്ടിൽ ചർച്ചയും സംഘടിപ്പിച്ചു. മണ്ഡലത്തിൽ കൂടുതൽ ജനശ്രീ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ചർച്ചയിൽ തീരുമാനമുണ്ടായി. ജനശ്രീയുടെ ഭാരവാഹികളായ സന്ധ്യ തുളസീധരൻ, രാജീവ് കോശി, വത്സമ്മ കുര്യാക്കോസ്, D. വിജയകുമാരി, അഡ്വക്കേറ്റ് നിസ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634.
മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്ട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്ട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്ട്, അഞ്ചൽ. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഒരു വിഭാഗം KSRTC ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പത്തനാപുരം ഡിപ്പോയിൽ ഭാഗികം. 11 ബസ്സുകൾ ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തി. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഒരു വിഭാഗം KSRTC ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്ക് പത്തനാപുരത്തും ഭാഗികം. വിദ്യാർത്ഥികളെയും ജീവനക്കാരടക്കമുള്ള യാത്രക്കാരെയും പണിമുടക്ക് ഭാഗികമായി ബാധിച്ചു. പത്തനാപുരത്ത് നിന്നും ആകെ 44 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ 11 ബസ്സുകൾ മാത്രമേ ഇന്ന് സർവീസ് നടത്തിയുള്ളൂ. മറ്റ് ഡിപ്പോകളിൽ നിന്നും വന്ന ബസ്സുകളെ ഡിപ്പോയിൽ കയറ്റാൻ ജീവനക്കാർ അനുവദിച്ചില്ല. KSRTCയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മലയോര മേഖലയിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത്. AITUC INTUC തൊഴിലാളികളാണ് സമരത്തിൽ പങ്കെടുത്തത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ സമാപിക്കും. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പത്തനാപുരം നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലുംകടവ് വഴി നെടുമ്പറമ്പ് ചുറ്റി ടൌണിൽ സമാപിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ RG ശ്രീകുമാർ, TM ഗിരീഷ്, അജികുമാർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ മാസങ്ങളിലായി 2-3 മാസങ്ങളായിട്ട് സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാർ ഇതുവരെ സഹിച്ചിട്ടില്ലാത്ത ത്യാഗവും പീഡനവും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. കാരണം ആദ്യമായിട്ട് ശമ്പളം യഥാസമയം കൊടുക്കാതിരിക്കുക മാത്രമല്ല, അത് പലതവണ ഗഡുക്കളായി അവരുടെ അക്കൗണ്ടിൽ വരികയും അത് മറ്റ് റിക്കവറി പോലുള്ള ഏർപ്പാടുകളിൽ ബാങ്കുകൾ അത് പലതവണയായിട്ട് പിടിച്ച് അവരെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് ഈ തൊഴിലാളി സ്നേഹം പറഞ്ഞ് കയറിയ ഒരു ഗവൺമെന്റിൽ നിന്നും ഇതിലെ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നീട് അതുകൂടാതെ ഇന്നിപ്പോൾ TV-യിലെ ചില ഫ്ലാഷ് കാണിക്കുന്നുണ്ട്. ദുരുദ്ദേശപരവും രാഷ്ട്രീയ പ്രേരിതമായ ഈ സമരമെന്ന്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശമ്പളം നൽകാതെ ഈ തൊഴിലാളി പട്ടിണിക്ക് കിടക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുരുദ്ദേശപരം, അതോ രാഷ്ട്രീയ പ്രേരിതം? നിങ്ങൾ ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജിവെച്ചൊരുക്കണമെന്നാണ് ഈ KSRTC തൊഴിലാളി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 105ാമത് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിന് പമ്പ മണൽപ്പുറത്ത് ഞായറാഴ്ച തുടക്കമാകും. മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബാംഗ്ലൂർ കൈലാസാശ്രമ മഠാധിപതി ജഗദ്ഗുരു ശ്രീ ശ്രീ ജയേന്ദ്രപുരി മഹാസ്വാമികൾ നിർവഹിക്കും. ചട്ടമ്പി സ്വാമിയുടെ പ്രമുഖ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസയോഗിയുടെ നേതൃത്വത്തിൽ 104 വർഷങ്ങൾക്ക് മുൻപാണ് പമ്പ മണപ്പുറത്തെ പ്രശസ്തമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇത്തവണത്തെ സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും. രാവിലെ 11-ന് ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ് ഭദ്രദീപം, ഛായാചിത്രം എന്നിവയുടെ പ്രതിഷ്ഠയും പതാക ഉയർത്തലും നിർവഹിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബാംഗ്ലൂർ കൈലാസാശ്രമം മഠാധിപതി മഹാമണ്ഡലേശ്വർ ജഗദ്ഗുരു ശ്രീ ജയേന്ദ്രപുരി മഹാസ്വാമികൾ നിർവഹിക്കും. വിദ്യാധിരാജ ദർശന പുരസ്കാരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡോക്ടർ R രാമൻ നായർക്ക് സമ്മാനിക്കും. സത്സംഗം ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ M മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. രാത്രി 7 മുതൽ ഡോക്ടർ N ഗോപാലകൃഷ്ണന്റെ ആത്മീയ പ്രഭാഷണം ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിലായി മതപാഠശാല സമ്മേളനം, വനിതാ സമ്മേളനം, ആത്മീയ പ്രഭാഷണ പരമ്പര,
അനുസ്മരണങ്ങൾ, കലാപരിപാടികൾ, പുരാണ മത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവ നടക്കും. ഫെബ്രുവരി 12 നടക്കുന്ന സമാപന സമ്മേളനം ചിന്മയ മിഷൻ ട്രസ്റ്റ് കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. സന്യാസി ശ്രേഷ്ഠന്മാർ, മതപണ്ഡിതർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകന്മാർ തുടങ്ങി നിരവധി പേർ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ എത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. AIYF നേതൃത്വത്തിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യുവജന കൂട്ടായ്മ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ ഘാതകർ, രാജ്യദ്രോഹികൾ, അവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി AIYF പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന കൂട്ടായ്മ നടന്നു. പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് നടന്ന യുവജന കൂട്ടായ്മ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ട എല്ലാ സന്ദർഭങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവംബർ മാസം 8 ശേഷം ഡിസംബർ 30 വരെ എത്ര തവണകളിലാണ് അദ്ദേഹം മാറി മാറി പറഞ്ഞത്? 50 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെ ദുരന്തം മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ചു കൊല്ലൂ എന്ന് പറഞ്ഞയാളാണ്. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ കുറെ കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവീസ് സഹകരണ ബാങ്കുകളിലെ എല്ലാം പണം കള്ളപ്പണമാണ് എന്ന് പ്രഖ്യാപിച്ചു. സർവീസ് സഹകരണ ബാങ്കുകളിലെയും പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകളിലെയും ജില്ലാ ബാങ്കുകളിലെയും KYC അനുസരിച്ച് കസ്റ്റമറെ തിരിച്ചറിയാനും അവരുടെ കോഡുകളെല്ലാം തിരിച്ചറിഞ്ഞ് പണം വിനിമയം ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങൾക്ക് ലൈസൻസ് ഉള്ള എല്ലാ ബാങ്കുകളിലും നിക്ഷേപിച്ചിരിക്കുന്ന പണമെല്ലാം കള്ളപ്പണമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിക്ഷേപിച്ചിരിക്കുന്ന മുഴുവൻ പണവും കള്ളപ്പണമാണ് എന്ന് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ കാർഷിക മേഖലയിൽ ഉജ്ജ്വലമായ സംഭാവനകൾ നിർവഹിച്ച ബാങ്കുകളാണ് കാർഷിക ബാങ്കുകൾ. ആ കാർഷിക ബാങ്കുകൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവരവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് സഹകരണ ബാങ്കുകളെ സമീപിക്കാം. നൂലാമാലകളില്ല. നാഷണലൈസ്ഡ് ബാങ്കിലും ന്യൂ ജനറേഷൻ ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കിലുമുള്ള യാതൊരു നിയമങ്ങളും തത്വങ്ങളും സാധാരണ ബാങ്കുകളിലില്ല. പാവപ്പെട്ടവന് സമീപിക്കാൻ കഴിയുന്ന, അവന്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാൻ അത്യാവശ്യം പണം വായ്പയെടുക്കാൻ കഴിയുന്ന, വീട്ടിൽ ഒരാൾ മരിച്ചാൽ അത്യാവശ്യം 5000 രൂപ അപ്പോൾ തന്നെ വായ്പയായി സ്വീകരിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസ ആവശ്യത്തിനും വീട് നിർമ്മാണത്തിനും മെയിന്റനൻസിനുമെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന പാവപ്പെട്ടവന്റെ ബാങ്കാണ് സഹകരണ ബാങ്ക്. ആ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണമെല്ലാം 1,70,000 കോടി രൂപ അതെല്ലാം കള്ളപ്പണമാണ് എന്നാണ് പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞു. AISF ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ഭഗത് അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി S അർഷാദ്, CP മണ്ഡലം സെക്രട്ടറി MG യാസുദ്ദീൻ, K വാസുദേവൻ, S സഫറുള്ള ഖാൻ, B രാജേഷ്, SM ഷെരീഫ്, D സലീം, KS ഷമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാംഗവുമായിരുന്ന E അഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചനം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്താണ് അനുശോചന യോഗം ചേർന്നത്. കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്ന മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ E അഹമ്മദിന്റെ നിര്യാണത്തിൽ പത്തനാപുരത്ത് അനുശോചന യോഗം ചേർന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. നമ്മുടെ അഹമ്മദ് സാഹിബിന്റെ കുലീനമായിട്ടുള്ള, വളരെ വിരുദ്ധമായിട്ടുള്ള, മതേതരത്വമായിട്ടുള്ള ഇടപെടിയിൽ എപ്പോഴും ആളുകൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ മുക്തഗ്രന്ഥമായ പ്രശംസയാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം കാഴ്ചവെച്ച മഹത്തായ ഒരുപാട് നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ കൊണ്ട് എത്രയോ ജനങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്തെ എത്രയോ ജനങ്ങൾ, അത് ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, ജൈനായിക്കോട്ടെ, സിഖുകാരനായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അദ്ദേഹം സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രത്തോളം മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു കാലഘട്ടത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിലും ഇന്ത്യയിലെ പാർലമെന്റ് അംഗം എന്ന നിലയിലും നിസ്വാർത്ഥമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുകയും
ലോക രാഷ്ട്ര സംഘടനകളിലും മറ്റെല്ലാ വേദികളിലും തന്നെ വളരെ സുദീർഘമായ നിലയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് രാഷ്ട്രത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ മാതൃകയായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ വിയോഗത്തിൽ അനുസ്മരിക്കുന്ന ഈ വേളയിൽ മുസ്ലിം ലീഗ് പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് നൂറുദ്ദീൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, മുൻ KLDC ചെയർമാൻ ബെന്നി കക്കാട്, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീം മുഹമ്മദ്, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, പുന്നല ഇബ്രാഹിംകുട്ടി, പച്ചില ഷംസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് മുഹമ്മദ്, ഉസ്മാൻ സാഹിബ്, അനസ് ഹസൻ, നടുക്കുന്നിൽ നൌഷാദ്, ഫാറൂഖ് മുഹമ്മദ്, പുന്നല ഷാജഹാൻ, നസീർ ഹാജി, AMR ഹാഷിം, ഷാഹുൽ ഹമീദ്, ഏർവാടി നവാസ്, മുഹമ്മദ് അലി മൌലവി, A ഷാജി, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം എന്നിവർ അനുശോചിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കാലഹരണപ്പെട്ട പഠന സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതണമെന്ന് നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ബിവറേജസ് ഔട്ട്ലെറ്റ് വിഷയത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്ഥലമുടമയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം. തെന്മല മണ്ഡലം പ്രസിഡന്റ് R സുഗതനാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കം. ബാംഗ്ലൂർ കൈലാസ ആശ്രമം മഠാധിപതി ജഗദ്ഗുരു ശ്രീ ശ്രീ ജയേന്ദ്രപുരി സ്വാമികൾ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. ആവണീശ്വരം നെടുവന്നൂർ താന്നിയപ്പൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2017 ഫെബ്രുവരി 27 തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് 8 തീയതി ബുധനാഴ്ച വരെ മഹാശിവപുരാണ യജ്ഞം നടക്കും. പ്രശസ്ത യജ്ഞാചാര്യൻ കൊയ്പ്പള്ളി ശശി പാവുമ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 27 വൈകിട്ട് 6:15 മേൽശാന്തി ഗോപൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി വെട്ടിക്കവല കോക്കളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവര് ശംഭുപോറ്റി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമേകി മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമാകും. വരൂ, ഈ ആത്മീയാനുഭവത്തിൽ പങ്കാളിയാകൂ.